ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ലോക്ക്ഡൗൺ. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മുടെ തുടക്കം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. KL രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഏകദേശം 2 മാസത്തോളം ഈ വണ്ടി പുറത്തെടുത്തിട്ടില്ല. ഏതാണ്ട് ലോക്ക്ഡൌണിന് മുമ്പ് കയറ്റിയിട്ടതാണ്. പിന്നെ ഇന്നാണ് ഇത് പുറത്തെടുക്കുന്നത്. ഇപ്പൊ ഏതായാലും കേരളത്തിനേക്കാളും കൂടുതൽ കേസസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ ഇത് പുറത്തെടുത്താലും കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. ഇപ്പൊ പുറത്തിറങ്ങിയാലുള്ള കാഴ്ചത ഇതാണ്. ലോക്ക്ഡൌൺ റിലാക്സേഷൻ വന്നേ പിന്നെ രാവിലെ 10 മുതൽ 5 മണി വരെ ഏകദേശം എല്ലാ കടകളും തുറന്നായിരിക്കും. വഴിയിലൊക്കെ നിറയെ തിരക്കുമാണ്. കണ്ടില്ലേ, റോഡിലൊക്കെ നിറയെ തിരക്കാണ്. ഇഷ്ടം പോലെ വണ്ടികളും പല ഓഫീസുകളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സിഗ്നൽസ് പക്ഷെ വർക്ക് ചെയ്യണില്ല ലോക്ക്ഡൗൺ ആയത് കാരണം. അതുകൊണ്ട് എല്ലാവരും തോന്നിയ രീതിയിലാണ് വണ്ടികൾ ഓടിക്കുന്നത്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഓട്ടോ സർവീസും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്രയും ഇതല്ലാത്തത് കൊണ്ട് ആൾക്കാരൊക്കെ ഇപ്പൊ അവരവരുടെ പ്രൈവറ്റ് വെഹിക്കിൾസിലാണ് കൂടുതലും കറങ്ങുന്നത്. ലോക്ക്ഡൗൺ റിലാക്സേഷന് ശേഷം ഇപ്പൊ മീനുകളൊക്കെ കിട്ടാൻ തുടങ്ങി. അതിന്റെ ആദ്യഘട്ടമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് തിലാപ്പിയാണ്. ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ മീന് കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പൊ നല്ല നാടൻ രീതിയിലുള്ള മീൻകറി വെച്ച് തന്നെയാണ് ഞങ്ങളുടെ തുടക്കം. ലോക്ക്ഡൌണിലെ കഴിഞ്ഞ ആഴ്ചകളിലെ പോലെ തന്നെ ഈ ആഴ്ചയിലും ഞങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫുഡ് എക്സ്പെരിമെന്റ്സ് തന്നെ. യൂട്യൂബിൽ കാണുന്ന പല റെസിപ്പീസും ഞങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തു. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ മൂവീസ്. ഈ ആഴ്ചത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മഴയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം തകർത്ത ഇടിവെട്ടും മഴയും. സാധാരണ ഞങ്ങൾ ഈ മെയ് മാസത്തിൽ എല്ലാ വർഷവും നാട്ടിൽ പോയി എല്ലാ റിലേറ്റീവ്സിനെയും കാണാറാണ് പതിവ്. അതിൽ ഈ വർഷം കൊറോണ കാരണം അത് മുടങ്ങി. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുമായിട്ടൊക്കെ ഉള്ള കോണ്ടാക്ട്. മീനൊക്കെ കിട്ടുന്നുണ്ടോ? ഹലോ, സ്കൂളിൽ പോയില്ലേ?
വീട്ടിലിരുന്നുള്ള ഒരു ബോറടി മാറ്റാനായിട്ട് ഞങ്ങൾ ഫ്ലാറ്റിലെ 2-3 ഫാമിലീസ് വൈകുന്നേരങ്ങളിൽ ടെറസിൽ വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പം നല്ല ഫ്രഷ് എയറും കിട്ടും. പിന്നെ പിള്ളേരുടെ ആ ബോറടി മാറ്റാനായിട്ട് അവർക്ക് ചെറിയൊരു ആക്ടിവിറ്റി, ഞങ്ങളുടെ ഗൈഡൻസിൽ ഒരു സൈക്ലിംഗ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഈ ആഴ്ചത്തെ ലോക്ക്ഡൌൺ വിശേഷങ്ങൾ. ലോക്ക്ഡൌണിൽ എല്ലാവർക്കും പല നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഇതിൽ പോസിറ്റീവായിട്ട് കണ്ടത് ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ നെയ്ബേഴ്സായിട്ട് മിണ്ടാൻ പോലും സമയം കിട്ടാറില്ല. എല്ലാവരും വളരെ ബിസി ആയിരിക്കും. അപ്പോൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നെയ്ബേഴ്സുമായിട്ടുള്ള ബോണ്ടിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി, പരസ്പരം സംസാരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം ഇതൊക്കെ എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക. ഇപ്പോൾ ലോക്ക്ഡൌണിൽ പല റിലാക്സേഷൻ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും കഴിവതും ട്രാവൽ ഒഴിവാക്കുക, എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.